വിശദമായ വാർത്തയിലേക്കാണ്. കേരളത്തിലെ SIR മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നടപടികൾ മാറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. VLOമാരുടെ മരണം സമ്മർദ്ദം മൂലമല്ലെന്ന കമ്മീഷൻ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, കേരളത്തിൽ നിന്ന് സമർപ്പിച്ച SIR മാറ്റിവെക്കണമെന്നുള്ള ഹർജിയാണ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR നടപ്പാക്കുന്നതിനുള്ള സമയപരിധി നീട്ടി നൽകിയതെല്ലാം കോടതിയിൽ അറിയിക്കാനല്ലേ സാധ്യത? തീർച്ചയായും കാർത്തു, ഏതായാലും തെരഞ്ഞെടുപ്പ് ഈ SIRമായി ബന്ധപ്പെട്ടുള്ള, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതി കേരളത്തിൻ്റെ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മുസ്ലിം ലീഗ്, അതുപോലെ കോൺഗ്രസ്, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPM, CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ ചാണ്ടി ഉമ്മൻ MLA ഉൾപ്പെടെയുള്ളവരാണ് ഈ SIR നീട്ടിവെക്കണം അല്ലെങ്കിൽ SIR സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജികൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഈ SIR കേരളത്തിലുൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി SIR നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരാഴ്ച കൂടി നീട്ടിവെക്കുന്ന സമയം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവം പ്രധാനമായും സുപ്രീം കോടതിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കാനാണ് സാധ്യത എന്ന് പറയുന്നത്. അതായത് ഈ പുതിയ ഉത്തരവ് പ്രകാരം ഡിസംബർ 11 വരെയാണ് SIR ഫോം വിതരണം ചെയ്യാനുള്ള അവസരം. ഡിസംബർ 16-നായിരിക്കും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 14-നും പ്രസിദ്ധീകരിക്കും. ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് സുപ്രീം കോടതിയിൽ ഇന്ന് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉന്നയിക്കുന്നത്. അതുപോലെ ഈ സുപ്രീം കോടതിയിൽ ഇന്നലെ സത്യവാങ്മൂലവും നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതായത് SIR ഒരിക്കലും നീട്ടിവെക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ഉറച്ച നിലപാടിൽ തന്നെയാണ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഹർജി വീണ്ടും പരിഗണിക്കുന്നതിന് മുമ്പായി തന്നെ ഇരുവരും സർക്കാരും അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയാണ് ഇപ്പോൾ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. SIR ഡ്യൂട്ടി ചെയ്തിരിക്കുന്ന BLOമാരുടെ മരണത്തിൽ നിക്ഷിപ്ത താൽപ്പര്യത്തോടെ കേരള സർക്കാർ രാഷ്ട്രീയം കലർത്തിയെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി സത്യവാങ്മൂലത്തിൽ ആരോപിച്ചിരിക്കുന്നത്. ദുരുദ്ദേശത്തോടെ കോടതിയുടെ സമയം ദുരുപയോഗം ചെയ്തതിന് കേരളത്തിൽ പിഴയിടണമെന്നും സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. SIRനെതിരെ കേരളം ഉൾപ്പെടെ ഹർജികൾ നൽകിയ ഇന്ന് കോടതി പരിഗണിക്കുന്നതിന് തൊട്ട് മുന്നോടെയാണ് സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. SIR ഒരു കാരണവശാലും നീട്ടിവെക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ BLOമാരുടെ മരണത്തിൽ ജോലി സമ്മർദ്ദത്തിൻ്റെ പ്രശ്നമില്ലായിരുന്നു എന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടിയതെന്നും അത് മാധ്യമ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ടെന്നുമാണ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായും വാദിച്ച് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി SIR നീട്ടിവെക്കണമെന്നാവശ്യപ്പെടാനുള്ള അധികാരം കേരള സർക്കാരിനില്ല. രണ്ടും ഒന്നിച്ചു നടത്തുന്നതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടില്ല. രണ്ടും ഒന്നിച്ചു നടത്തുന്ന സമാനതകളില്ലാത്ത സംഭവമല്ല. ഇതുമൂലം കേരളത്തിൽ ഭരണസ്തംഭനം ഉണ്ടാകുമെന്ന വാദം SIRനെ തടസ്സപ്പെടുത്താനുള്ള സാങ്കല്പിക കഥ മാത്രമാണ്. SIRലെ അപ്പീൽ നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. ഇതുകൊണ്ട് തന്നെ കേരളത്തിലെ ഹർജിയിൽ മറ്റ് നടപടികൾ ആവശ്യമില്ല. ഏറ്റവും ഫലപ്രദമായാണ് SIR നടത്തിയതിൻ്റെ തെളിവാണ് ബീഹാറിലെ വിജയ മാതൃക. ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് പ്രധാനമായും സുപ്രീം കോടതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും എന്തായിരിക്കും സുപ്രീം കോടതിയുടെ തീരുമാനം എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ SIR കേരളത്തിലുൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി SIR നടപടിക്രമങ്ങൾ ഒരാഴ്ചത്തെ കൂടി നീട്ടിവെച്ചിട്ടുണ്ട്. അത് BLOമാരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയായിരുന്നു. അത് നമ്മളൊക്കെ അന്ന് ചർച്ച ചെയ്ത കാര്യം തന്നെ കൂടിയാണ്. അതായത് BLOമാർക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു ജില്ലാ കളക്ടറുടെ ഓഡിയോ ക്ലിപ്പ് ടാർഗറ്റ് പൂർത്തിയാക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ ഓഡിയോ ക്ലിപ്പ് അടക്കം പുറത്തു വരുന്നൊരു സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ നീക്കം വളരെ നിർണായകം തന്നെയാണ്. ആ ഒരു വിധി സുപ്രീം കോടതി എന്തായിരിക്കും പറയുക എന്നുള്ളത് സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. അതുതന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശരി, കേരളത്തിലെ SIR മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുക. നടപടികൾ മാറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. VLOമാരുടെ മരണം അടക്കം സമ്മർദ്ദം മൂലമല്ലെന്നാണ് കമ്മീഷൻ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ കേരളത്തിലെ SIR നടപടികൾ
സമർപ്പിക്കേണ്ട തീയതിയൊക്കെ നീട്ടിവെച്ച കാര്യങ്ങളടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിക്ക് മുമ്പാകെ വിശദീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.